വട്ടിയൂർക്കാവിലെ UDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആളുകളെ തേടി ആപ്പിൽ പരസ്യം നൽകിയതിനു പിന്നാലെ LDF സ്ഥാനാർത്ഥിയാണെന്ന് തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് ആളുകളെ തേടി ആപ്പിൽ പരസ്യം നൽകിയതിന് പിന്നിൽ LDF സ്ഥാനാർത്ഥിയാണെന്ന് കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയിട്ടുണ്ടെന്നും മുരളീധരൻ വ്യക്തമാക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് പുറത്തുനിന്നാണ് ആളുകൾ വരുന്നത് എന്നത് സത്യമാണെന്നും പരാജയ ഭീതി മൂലമാണ് മുരളീധരൻ ആരോപണം ഉന്നയിക്കുന്നതെന്നും പ്രശാന്ത് മറുപടി നൽകി. ഇവിടെ ഇത്രയും ചീപ്പായിട്ടുള്ള കളി കളിക്കരുത്. 2 തവണ വട്ടിയൂർക്കാവിൽ ഞാൻ ജയിച്ചത് കൂലിക്ക് ആളെ കൊണ്ടുവന്നിട്ടല്ല. ഇത്തവണ ഫൈറ്റ് ചെയ്യുന്നതും എൻ്റെ പാർട്ടിയുടെ എൻ്റെ മുന്നണിയുടെ ശക്തിയിൽ തന്നെയാണ്. അതുകൊണ്ട് ഇത്രയും 12 മണിക്കിട്ട് എങ്ങനെ 12:05 പിൻവലിച്ചു? ഇത് ഞാൻ CPM പറയില്ല. സ്ഥാനം നഷ്ടപ്പെടുന്ന ഉറപ്പായിട്ടുള്ള ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിയുടെ ഒരു കുടില തന്ത്രം തന്നെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് പിന്നിൽ. നിയമ നടപടി ഞാൻ റിട്ടേൺ ആയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ DGPക്കും കൊടുത്തിട്ടുണ്ട്. എന്താ റിസൾട്ട് നോക്കണം. UDFന്റെ പ്രവർത്തകന്മാരെ ഒരിടത്തും കാണാനില്ല. പല സ്ഥലങ്ങളിലും ഈ വാർത്ത പറഞ്ഞത് ശരിയാണ്. പല സ്ഥലങ്ങളിലും അവരുടെ ആളുകളില്ല. അവരുടെ ആളുകൾ പ്രവർത്തന രംഗത്ത് വരുന്നില്ല. ബൂത്തിൽ പ്രവർത്തിപ്പിക്കാൻ ആളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തു നിന്നുള്ള ആളുകളാണ് പല സ്ഥലങ്ങളിലും ഇദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുന്നവരടക്കം പുറത്തു നിന്നുള്ള ആളുകളെ കൊണ്ടുവന്ന് കൂടെ കൂട്ടി റാലി നടത്തുന്നു, സ്ക്വാഡ് വർക്ക് നടത്തുന്നു. എന്നിട്ട് LDFന്റെ സ്ഥാനാർത്ഥിയുടെ പേർക്ക് ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരം ആരോപണങ്ങൾ അദ്ദേഹത്തെ പോലുള്ളൊരു നേതാവ് ഉന്നയിക്കുന്നത് ശരിയല്ല. സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി ആക്രമിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. എന്തായാലും മണ്ഡലത്തിൽ ഈ പരസ്യം നൽകി ആളുകളെ എത്തിച്ചതിന് പിന്നിലുള്ള പ്രചാരണം കുഴക്കുന്നു. പ്രത്യാരോപണങ്ങളുമായി സ്ഥാനാർത്ഥികളും സജീവമാണ്.